നമസ്കാരം. മസ്കറ്റ് വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്നും വൻതോതിൽ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. ഈ വർഷാവസാനത്തോടെ പിൻവലിക്കുന്ന നോട്ടുകൾ മാറ്റിയെടുക്കുവാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. മസ്കറ്റ് അന്തർദേശീയ വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്നും വൻതോതിൽ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. സ്വകാര്യ ലഗേജുകൾക്കിടയിൽ ഒളിപ്പിച്ച 14.6 കിലോഗ്രാം കഞ്ചാവും വൻതോതിൽ സൈക്കോട്രോപിക് ഗുളികകളും യാത്രക്കാരനിൽ നിന്ന് പിടികൂടി. ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിച്ചു വരുന്നു. മയക്കുമരുന്നുകൾ കണ്ടെടുക്കുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമമായ എക്സിൽ കസ്റ്റംസ് അധികൃതർ പങ്കുവച്ചിട്ടുണ്ട്. പിൻവലിക്കുന്ന നോട്ടുകൾ മാറ്റിയെടുക്കുവാൻ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ രാജ്യത്തെ നോട്ടുകളിലെ പല വിഭാഗങ്ങളുടെ ഉപയോഗം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവ മാറ്റിയെടുക്കുന്നത് സംബന്ധിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ രാജ്യത്ത് ഉപയോഗത്തിലുള്ള ചില നോട്ടുകൾ പിൻവലിക്കുകയാണെന്ന് CBO ജനുവരി 7 സർക്കുലർ വഴി അറിയിച്ചത്. ഡിസംബർ അവസാനത്തിനുള്ളിൽ മാറ്റിയെടുക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും. 5 മാസമാണ് ശിക്ഷിക്കുന്നതെന്നും ഇതിനുള്ളിൽ മാറ്റിയെടുക്കണമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. 2020 മുമ്പുള്ള കാലങ്ങളിൽ CBO പുറത്തിറക്കിയ കറൻസികളുടെ ചില വിഭാഗമാണ് അധികൃതർ പിൻവലിക്കുന്നത്. എന്നാൽ പിൻവലിക്കുന്ന നോട്ടുകൾ ഉപയോഗിച്ച് നിശ്ചയിച്ച കാലാവധി വരെ ഇടപാടുകൾ നടത്തുന്നതിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാകില്ല. വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും സാധനങ്ങൾ വാങ്ങുന്നതിനും ഇവ ഉപയോഗിക്കാം. ഔദ്യോഗിക ബാങ്കുകളിൽ നിന്നും പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും നോട്ടുകൾ മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിനകം സ്വദേശികളും വിദേശികളും അടക്കം നിരവധി ആളുകൾ നോട്ടുകൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ പരാതികൾ കേൾക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് പരാതിയും മറ്റും ബോധിപ്പിക്കാനായി എത്തിയത്. അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും മറ്റുള്ളവ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി കൈമാറുകയും ചെയ്തു. ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ അമിത് നാരൻ, ഉന്നത എംബസി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. എല്ലാ പരാതികളും പരിഗണിക്കുമെന്നും സാധ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും എംബസി വൃത്തങ്ങൾ അറിയിച്ചു. സാമൂഹിക പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. അതേസമയം പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുവാൻ സാധിക്കാത്തവർക്ക് ഫോൺ വഴി പരാതികൾ ബോധിപ്പിക്കുവാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. യമനിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഒമാൻ ഇത് പ്രാദേശിക സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കും, മേഖലയിൽ സംഘർഷം അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും പാലസ്തീൻ ജനതയുടെ നീതിയുടെ നേട്ടം ഇല്ലാതാക്കാൻ ഇടവരുത്തുകയും ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രാദേശികവും അന്തർദേശീയവുമായ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനും സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിനും ഗസ മുനമ്പിലേക്ക് അടിയന്തര മാനുഷിക സഹായം ലഭ്യമാക്കുന്നതിനും നിർണായക നടപടികൾ കൈക്കൊള്ളുവാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്നും ഒമാൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കുറിയാത്ത് വിലായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി സന്ദർശിച്ചു. വിവിധ പദ്ധതികളുടെ പൂർത്തീകരണ നിരക്കും പുരോഗതിയും മനസ്സിലാക്കുവാനായിരുന്നു സന്ദർശനത്തിലൂടെ ലക്ഷ്യമിട്ടത്. ഓക് അൽ റസാഖ് പട്ടണത്തിലേക്കുള്ള റോഡിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അൽ ഹുമൈദി പരിശോധിച്ചു. വാസൽ ഏരിയയിലേക്കുള്ള റോഡ് പാകുന്നതിനുള്ള അടുത്തിടെ പൂർത്തിയാക്കിയ പദ്ധതിയും സൽമ ഏരിയ റോഡ് പദ്ധതിയുടെ വികസനവും അവലോകനം ചെയ്തു. ഒമാനിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഇംഗ്ലണ്ടിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനുമായി പൈതൃക ടൂറിസം മന്ത്രാലയം. മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രമായി ഒമാനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ബ്രിട്ടീഷ് വിപണിയിൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രാദേശിക ടാക്സികൾ, സബ്വേ സ്റ്റേഷനുകൾ, ചുവന്ന ഡബിൾ ഡെക്കർ ബസ്സുകൾ എന്നിവയിൽ ഒമാനിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ ചിത്രീകരിക്കുന്ന ഹോർഡിങ്ങുകളും ചിത്രങ്ങളും പതിച്ചാണ് ക്യാമ്പയിൻ നടക്കുന്നത്. ടൂറിസം മേഖലയിൽ ശ്രദ്ധേയമായ കുതിപ്പുമായാണ് ഒമാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി മുതൽ ഏപ്രിൽ വരെ 1.5 ദശലക്ഷത്തിലധികം സന്ദർശകരാണ് ഒമാനിൽ എത്തിയത്. ഇക്കഴിഞ്ഞ വർഷത്തെ ഇക്കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 13% ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഫിറ്റ് സൊല്യൂഷൻസ് കമ്പനിയായ BMIയുടെ റിപ്പോർട്ട് പ്രകാരം ഒമാനിലെ വിനോദസഞ്ചാരികളുടെ വരവ് ഈ വർഷം 24.7% വർദ്ധിച്ച് 5.3 മില്യണായി വർദ്ധിക്കുമെന്നാണ് പ്രവചനം.
ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. Gulf Updates Oman, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.